ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയും തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത്ത് നടത്തിയ ഇന്നത്തെ AC മൊയ്തീനെക്കുറിച്ചും അതുപോലെ തന്നെ MK കണ്ണനെക്കുറിച്ചും CPMൻ്റെ ജില്ലയിലെ ഉന്നതരായ നേതാക്കന്മാരെക്കുറിച്ചും നടത്തിയ വെളിപ്പെടുത്തലുകൾ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന വാർത്തയാണെങ്കിലും ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും ഇതൊരു പുതുമയായ കാര്യമല്ല. പക്ഷേ എങ്കിലും ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ശരത്തിൻ്റെ വെളിപ്പെടുത്തൽ നിലവിലെ സാഹചര്യത്തിൽ വളരെ ഗൗരവതരമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കരുവന്നൂർ തട്ടിപ്പിൻ്റെ നാൾവഴികൾ മാത്രമല്ല, ശ്രീ AC മൊയ്തീൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് കോടാനുകോടി രൂപയാണ് എന്നുള്ളത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തന്നെ കണ്ടെത്തിയതാണ്. 98 ലക്ഷം രൂപയുടെ അവിഹിത സമ്പാദ്യമാണ് അന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ തെളിവെടുപ്പിൻ്റെ സമയത്ത് അവിടുന്ന് കണ്ടുകെട്ടിയത്. അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ഹൈക്കോടതിയിൽ പോയതിന് ശേഷം അത് കോഷ് ചെയ്യുകയുണ്ടായ കേസ്. പക്ഷേ അതിനകത്ത് വളരെ കൃത്യമായി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ കേസിൻ്റെ നാൾവഴികളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഇതിൻ്റെ ഈ പണം എങ്ങനെയാണ് കണ്ടുകെട്ടിയതെന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം, കരുവന്നൂർ കേസിൻ്റെ സെറ്റിൽമെൻറ്റിന് ശേഷം CPM നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഒന്നും മുന്നോട്ട് പോയില്ല. ഇന്ന് ശരത്തിൻ്റെ വെളിപ്പെടുത്തൽ വളരെ ഗൗരവതരമാണ്. അത് കരുവന്നൂർ കേസിനകത്തെ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ CPM നേതാക്കന്മാരുടെ അവിഹിത സമ്പാദ്യം പാർട്ടിയിലെ ഒരു തലമുറ അല്ലെങ്കിൽ ഒരു വിഭാഗം അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ കൂടി തെളിവാണ്. ഈ വിഷയത്തിൽ ഇന്ന് നേരത്തെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ച കേസ് ഒത്തുതീർത്ത വിഷയം എല്ലാവർക്കും അറിയാം. ഇനി അവരെ സമീപിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നറിയാം. പക്ഷേ എങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും സംസ്ഥാന അന്വേഷണ ഏജൻസികളെയും സമീപിക്കുക എന്നുള്ളതൊരു പൗരൻ്റെ കടമ എന്ന രീതിയിൽ ശരത്തിൻ്റെ ഓഡിയോ ക്ലിപ്പടക്കം ഇന്ന് കേരളത്തിൽ പുറത്തിറങ്ങിയ എല്ലാ മാധ്യമങ്ങളുടെ വീഡിയോ അടക്കം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഡീറ്റെയിലായ പരാതി അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരെക്കുറിച്ച് അന്വേഷണം നടത്തണം. നിലവിൽ എൻ്റെ അറിവനുസരിച്ച് AC മൊയ്തീനും MK കണ്ണനും ഉൾപ്പെടെയുള്ള തൃശ്ശൂർ ജില്ലയിലെ CPM നേതാക്കന്മാർ ഇൻകം ടാക്സിൻ്റെ നിരീക്ഷണത്തിലാണ്. അതിൻ്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 2 കോടി രൂപ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടൊരു കേസ് നിലവിൽ നിൽക്കുന്നുണ്ട്. ആ കേസിൽ CPM ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ നിന്നും 5 കോടിയിലധികം രൂപയാണ് ഇപ്പോഴും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മരവിപ്പിച്ചിട്ടുള്ളത്. അത് മാറാൻ വേണ്ടി ഹൈക്കോടതിയിൽ കേസ് പോയ കേസ് തള്ളിയത് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കേസുകൾ എടുക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ മുന്നിലുള്ളത്. ചില ഓഡിയോ ക്ലിപ്പുകളുടെ അടിസ്ഥാനത്തിൽ കേസുകൾ എടുക്കുന്ന സർക്കാരാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ AC മൊയ്തീൻ നിലവിൽ MLA ആണ്. MK കണ്ണൻ കേരള ബാങ്കിൻ്റെ വൈസ് ചെയർമാനാണ്. ഇവർ രണ്ടുപേരും പൊതുപ്രവർത്തകരുടെ നിർവചനത്തിൽ വരുന്ന പൊതുപണം, കേരള സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നുള്ള പണം വാങ്ങുന്ന പൊതുപ്രവർത്തകരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ വിജിലൻസിൻ്റെ പരിധിയിൽ വരുന്ന ആളുകളാണ്. ഇവിടെ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് അംഗവും DYFI നേതാവിൻ്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഡയറക്ടർ കേസെടുക്കണം, അടിയന്തരമായും ഇവർക്കെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് ഡയറക്ടർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അഴിമതികളല്ല AC മൊയ്തീൻ നടത്തിയിട്ടുള്ളത്. AC മൊയ്തീൻ ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടാനുകോടി രൂപയാണ് കൈപ്പറ്റിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ് 2 കോടി രൂപ AC മൊയ്തീൻ സന്തോഷ് ഈപ്പൻ്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയത്. അത് ഫോറിൻ മണിയാണ്. അത് AC മൊയ്തീൻ കൈപ്പറ്റാനുള്ള ഇടനിലക്കാരനായി നിന്നത് UAE കോൺസുലേറ്റിലെ ഈജിപ്ഷ്യൻ പൗരൻ കൂടിയായ ഫിനാൻസ് ഓഫീസറാണ്. ഖാലിദിൻ്റെ കയ്യിൽ നിന്നും ഫോറിൻ മണി കൈപ്പറ്റിയ ആളാണ് AC മൊയ്തീൻ എന്ന് പറയുന്നത്. ആ കേസ് വരാതിരിക്കാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഞാൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത CBI കേസിൽ ആ കേസ് തടയാൻ വേണ്ടി ഹൈക്കോടതിയിൽ പെറ്റീഷൻ പോയത്. ഹൈക്കോടതിയെ തള്ളുകയുണ്ടായി. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ആ കേസ് നിൽക്കുകയാണ്. ആ കേസിലും സംസ്ഥാന സർക്കാർ തടസ്സഹർജി കൊടുത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ CBI കേസ് അന്വേഷിച്ചാൽ ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രതിയായി AC മൊയ്തീൻ വരും. UAE കോൺസുലേറ്റിൽ നിന്നും ഈജിപ്ഷ്യൻ പൗരനായ ഖാലിദിൻ്റെ കയ്യിൽ നിന്നും, അടിവരയിട്ട് പറയാൻ, ഖാലിദിൻ്റെ കയ്യിൽ നിന്നും ഫോറിൻ മണി കൈപ്പറ്റിയ ആളാണ് AC മൊയ്തീൻ. അതുകൊണ്ടാണ് CBI കേസ് വരരുത് എന്നാഗ്രഹിച്ച് അതിനകത്ത് കേസ് പോകുന്നത്. അതുപോലെ തന്നെയാണ് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് 12 സഹകരണ ബാങ്കുകൾക്കെതിരെ അന്വേഷണം പോയി. ആ 12 സഹകരണ ബാങ്കുകളിൽ പ്രതിസ്ഥാനത്ത് വരേണ്ട AC മൊയ്തീൻ, MK കണ്ണൻ, വർഗീസ് കണ്ടംകുളത്തി, MM വർഗീസ്, അനൂപ് ഡേവിസ് കാട, ഈ 5 നേതാക്കന്മാർ ഈ 12 സഹകരണ ബാങ്കുകളെ കേസിനകത്ത് പ്രതിയാകേണ്ട ആളുകളായിരുന്നു. പക്ഷേ തൃശ്ശൂരിലെ പ്രത്യേക സാഹചര്യത്തിൽ
CPI-യുമായി ഉണ്ടാക്കിയ ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 12 സഹകരണ ബാങ്കുകളുടെ അന്വേഷണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നിർത്തിയ സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട്. അത് CPM നേതാക്കന്മാരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്ന് പറയുന്നത്, രക്തസാക്ഷികൾ എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകരുടെ ജീവനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 5 CPM നേതാക്കന്മാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇവരെ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റി മാർക്സിസ്റ്റ് പാർട്ടിയെ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയെ ഈ ഒരു PMLA കേസിൽ പ്രതിയാക്കിയ സംസ്ഥാന CPM നേതൃത്വമാണ് ഇവിടെയുള്ളത്. അത് നിങ്ങൾ ആലോചിക്കണം. ഇത് ചർച്ചയിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ മറ്റ് വിഷയങ്ങളേക്കാൾ പ്രധാനം ഈ സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ PMLA കേസിൽ പ്രതിയായി നിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഈ 5 നേതാക്കന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. പരാതി ഞാൻ വളരെ കൃത്യമായും ഇവരുടെ സ്വത്തുമായി സംബന്ധിച്ച പരാതി, ഫോറിൻ മണി AC മൊയ്തീൻ കൈപ്പറ്റിയുമായി ബന്ധപ്പെട്ട് ഈ MK കണ്ണന് തൃശ്ശൂർ ജില്ലയിലുള്ള ബിനാമിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഡോക്യുമെൻറ്റുകളടക്കം നിലവിൽ ഒരു അന്വേഷണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ രേഖകളും സഹിതം ഇന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. അല്ല, എൻ്റെ ഈ പരാതി നിലവിലുണ്ടായിരുന്നതാണ്. പക്ഷേ ഇതിനകത്തൊരു പ്രധാന സാക്ഷിയാണ്. ഞാനൊക്കെ ചാനൽ ചർച്ചകളിൽ കരിവന്നൂർ വിഷയത്തെ സംസാരിക്കുമ്പോൾ ഡിഫെൻഡ് ചെയ്തിരുന്ന ഒരാളാണ് ശരത്ത് എന്ന് പറയുന്നത്. ശരത്ത് DYFIയുടെ ജില്ലാ സെക്രട്ടറി മാത്രമല്ല, ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ്. അപ്പോൾ DYFI വളരെ ഗൗരവത്തിൽ CPMൻ്റെ ഉന്നതരായ നേതാക്കന്മാരുടെ അഴിമതിയെ കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ഈ ഗവൺമെൻറ്റിനുണ്ട്.